ഒന്നും പറയല്ല. ഞാൻ ഉണ്ടാക്കിയതാണോണ്ട് പറയില്ലട്ടാ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഈ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് അവനിക്ക് ഇത് മതി എന്ന് തന്നെ പറയുന്നത് കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനിന്ന് വന്നത് എന്തിനാണെന്നറിയാം, ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കാരണം എന്താണെന്നറിയാം, പിന്നെ എൻ്റെ മോനിക്ക് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമായ കാരണം പിന്നെ നെഞ്ഞരിച്ചിൽ, ഭയങ്കര ഒരു നെഞ്ഞരിച്ചിൽ, എന്ത് തിന്നാലും ഇങ്ങനെ നെഞ്ഞിങ്ങനെ എരിയ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയാം, ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ എന്താ പറയുക, എരിവൊന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടറത് ഞാൻ അങ്ങോട്ട് മാറ്റിയിരിക്കണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അത് അവന് കയറ്റിക്കണം, കുഴപ്പമൊന്നുമില്ല, അവനക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചെയ്യില്ല. അപ്പോൾ വരി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കാനുള്ള സാധനം വെറും കുറച്ച് സാധനം, 2-3-4 സാധനമുള്ളൂ, ഓവർ സാധനമൊന്നും വേണ്ട. അപ്പോൾ എന്താണ് നമ്മൾ വെറും വെറുതെ ഡോക്ടറെ അടുത്ത് പോയി ആ മരുന്നൊക്കെ കുടിച്ച് വെറുതെ നമ്മുടെ ശരീരം കേടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പൂങ്കാവസരങ്ങളൊക്കെ കാട്ടും. ഒന്നുപോലെ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടി പിന്നെ ഭക്ഷണമൊക്കെ കുറയ്ക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണമാണല്ലോ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഞാൻ ഭക്ഷണം കുറയ്ക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ നമുക്ക് ചേർക്കുന്നതൊക്കെ കുറയ്ക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേയൊക്കെ എൻ്റെ മക്കൾക്കായാലും ഇരിക്കാനും മാപ്പിളക്കായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് വരെ അവളെത്തിച്ചിട്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. വല്ലാണ്ട് പ്രശ്നങ്ങളൊക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം നമ്മൾ ഇത്ര വയസ്സും പ്രായമൊക്കെ ആയില്ല, അങ്ങനെ വല്ലാത്തൊരു പ്രശ്നങ്ങളും അവളെ തന്നിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഓവർ ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ പോവുകയാണ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കറി, കാരണം മക്കൾക്ക് പാവല്ലേ, മക്കൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കറിയൊന്നും ഇല്ലാഞ്ഞ് എന്താ ചെയ്യുക. എൻ്റെ മോന് കുറേ കഷ്ടപ്പെട്ടിരുന്നു, ഗ്യാസ് ഇങ്ങനെ കിടന്ന് കളിച്ചിട്ടേ. അത് കുട്ടി പുറത്ത് പോയപ്പോൾ അവിടുത്തെ ഭക്ഷണമല്ലേ, നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കണ മാതിരിയല്ലല്ലോ. അപ്പം അങ്ങനെ ഒക്കെ ആയിട്ട് കുട്ടിക്ക് ഗ്യാസ് നിറഞ്ഞതാണ്. അപ്പോൾ അത് വല്ലാത്തൊരു വിഷമമായി. ഇതായി പുറത്തെടുപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കൂല, എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ തുടങ്ങും കുട്ടിക്ക് നെഞ്ഞ് പൊരിച്ചില്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടിക്ക് അത് ഏറ്റിക്കണം. അപ്പോൾ അത് നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനതിലേക്ക് നിന്നത്. അപ്പം അതിലേക്ക് ആവശ്യമായ സാധനമാണ് കേട്ടോ, കുറച്ച് സാധനം. നമ്മൾ ഒരാൾക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് സാധനം ഉണ്ട്, കണ്ടില്ലേ. നമ്മളെ കൊച്ചുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, അതൊരു കുറച്ച് കണ്ടില്ലേ, ഇത് നമ്മളെ ചെറിയ ഉള്ളിയാണ്, അത് ഇത്തിരി എടുക്കുക. പിന്നെന്താ വെച്ചാൽ തക്കാളി ഇത്ര ഒന്നും വേണ്ട. അപ്പം നമ്മൾ ഉണ്ടാക്കണതിൽ കുറച്ച് ഞാൻ കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്താണ് ഞാൻ ഉണ്ടാക്കല്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ അമ്മക്കും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ചധികം തക്കാളി ഞാൻ മിന്നിനെ കൊണ്ട് അരിപ്പിച്ചിരുന്നു. പിന്നെന്താ പറയുക, ഒരു 2 മുളകും പൊടി ഒന്നും ഇടരുത് കേട്ടോ. മുളകും പൊടി ഒന്ന്, കാരണം ഈ നെഞ്ഞ് പൊരിച്ചിനൊക്കെ എരിവ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് ഒരു പച്ചമുളക് മതി. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി കൂടുതൽ എടുത്ത കാരണം 2 പച്ചമുളക്, പിന്നെ ഇത്തിരി എന്താ പറയുക വെളുത്തുള്ളി ഇല്ല, അതിൻ്റെ ഒരു പേസ്റ്റ് ചതുക്കിയത് അതും. പിന്നെന്താ വെച്ചാൽ ഒരു കോഴിമുട്ട, കണ്ടാ കോഴിമുട്ട. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് കോഴിമുട്ട വെച്ചാൽ ഗ്യാസ് വരുമെന്ന് വിചാരിച്ച്, അപ്പോൾ അത് പ്രശ്നമാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു കോഴിമുട്ട ഇന്നലെ കൂട്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു കോഴിമുട്ട. പിന്നെ നമുക്ക് കാര്യമായിട്ട് വരുന്നത് എന്താണെന്ന് പറയുക, കുരുമുളകിൻ്റെ പൊടി. വേറെ ഒരു പൊടി നമ്മൾ ചേർക്കണ്ട, കുരുമുളകിൻ്റെ പൊടി മാത്രം ഇട്ടാൽ മതി. അപ്പം ഞാനത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഗ്യാസ് കത്തിക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ഇത് വെച്ച് ഒരു പാത്രം വെച്ചിട്ടാ, പാത്രം വെച്ച് അപ്പം അത് ചൂടാവട്ടെ. അപ്പോൾ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കട്ടെ, ഒരുപാടൊന്നും ചെയ്യണ്ട, ഒരു ഇത്തിരി നമ്മൾ ഇതൊക്കെ ഒന്ന് വഴണ്ടണ വരെ അതിന് വേണ്ടിയിട്ട് ഒരിത്തിരി സകലം അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, അധികം ആവരുത്. അപ്പോൾ എന്നിട്ട് നമ്മളിതാ ഈ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് കൂട്ടണില്ല കേട്ടോ.
വേറെ ഒന്നും ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. തീ കണ്ടില്ല, അതൊരു പകച്ചിലുണ്ട്. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ എല്ലാവരും പറയും വേഗം ഇങ്ങനെ ഇതാവുന്നു, കണ്ടില്ലേ? അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ഇതായിക്കണം കേട്ടോ. ഒത്തിരി തീ കൂട്ടി കൊടുക്കും. ഞാൻ നേരത്തെ തീ കുറച്ചതല്ല എന്നാൽ, അപ്പോൾ തീ നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് അധികം ഉണ്ട്. ഓവർ സാധനമായാൽ ഇളക്കാനൊന്നും പറ്റൂല. കൈക്ക് പ്രശ്നമാണ്. എൻ്റെ കൈക്ക് പ്രശ്നമാണ്. അല്ലേ? അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട് ഇളക്കാൻ. അപ്പോൾ നമുക്ക് ഇത് നല്ല ഇളക്കി പാകമാക്കി വെച്ചിക്കണ എല്ലാതും ചേർത്തിക്കണം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതേപോലെ കൊച്ചുള്ളി എല്ലാതും ചേർത്ത് നമ്മളിതാ ഇളക്കി പാകമാക്കി വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനി എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കയ്യിൻ്റെ ഒരു ഇത്തിരി പ്രശ്നമായ കാരണം എല്ലാത്തവർക്ക് ഇത് ഇളക്കിയിട്ട് ഇങ്ങനെ ഇത് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഒരു മൂടി വെക്കുകയാണ് കേട്ടോ ഇത്തിരി നേരം. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ അവന് എണീച്ചിക്കണ്. അപ്പോൾ എണീറ്റ് വന്നാൽ അവനിപ്പോൾ ചായ കുടിക്കലില്ല. ഇനി ചായ കുടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവനിക്ക് ആ കാച്ചി വെച്ച ചായ ഒന്നും അവനക്ക് പറ്റില്ല. അവൻ എപ്പോഴാണ് എണീച്ച് തന്നെ അപ്പം കാച്ചി കൊടുക്കണം. ഇപ്പോൾ കുറേ ആയിട്ട് ചായ കുടിക്കലില്ല, ഈ വയറിൻ്റെ പ്രശ്നമായ കാരണേ. അപ്പം നമുക്കത് വേകുമ്പോഴത്തിന് ഞാനിതാ അവനിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ കുളിക്കുകയാണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല, ഞാൻ എണീറ്റാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അവർക്ക് ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ എണീച്ചതല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മൾ ഇതൊക്കെ എന്തായി നമുക്ക് നോക്കാം. അതപ്പോൾ ഒത്തിരി നേരം വേവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവനക്ക് ചുടുവെള്ളമൊക്കെ കൊണ്ട് കൊടുത്ത്, അപ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി നോക്കാം എന്തായി എന്നുള്ളത്. കറി എന്തായി നോക്കാം. ബാക്കിയും കൂടി നമുക്ക് ചെയ്യണ്ട. അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒരുവിധമൊക്കെ നല്ല വെന്ത് കണ്ടില്ല, നല്ല വെന്ത് ഉടങ്ങിയിട്ടുണ്ട് കണ്ടില്ല. ഒക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറയ്ക്കട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിലേക്ക് നമുക്ക് കുരുമുളകാണിത്. കുരുമുളക് കണ്ട, കുരുമുളക് പൊടി അത് നമ്മൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നല്ലതാട്ടോ. കുരുമുളകായാലും നമുക്ക് പിന്നെ കുരുമുളക് കിട്ടാനില്ലാത്ത കാരണം ഇതാണ് വാങ്ങുന്നത്. ഇപ്പം നല്ലതാണോ എന്ന് നമുക്കറിയില്ല, പാക്കറ്റല്ലേ. എന്നാലും ഞാനിത് ഇടുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. എരിവൊന്നും കൂട്ടരുത് കേട്ടോ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും കൂട്ടരുത്. ഞാൻ മഞ്ഞപ്പൊടിയോ മുളക് പൊടി ഒന്നും ഇടലില്ല. ഞാനിത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യല് കണ്ടില്ല. അപ്പോൾ ഒരു ഇത്തിരി കുറച്ചിട്ട തട്ടിയില്ല എന്നുള്ളതിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓവർ വേണ്ട, കുറച്ച് ഇത്തിരി കൂടി കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഞാൻ ഉപ്പുണ്ടാകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഉപ്പിട്ട് നോക്കാം. ഉപ്പ് ഇത്തിരി കുറവായ കാരണം നമുക്ക് രസം കൂടി ഉപ്പിട്ട് കൊടുക്കാം. അത് വേണ്ട വരും. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടതെന്നറിയോ, ഇനി കാര്യമായിട്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഉപ്പ് നോക്കാം കേട്ടോ. ഓക്കെ, വെട്ടിപ്പോയി. ഉപ്പൊക്കെ ഉണ്ട്, പാകത്തിന് എരിവും ഉപ്പൊക്കെ ഉണ്ട്.
അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് കട്ടാട്ടാം. അപ്പം ഇനി നമുക്ക് കാര്യമായിട്ടുള്ള ആളാടുക. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഇയാളെ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് നോക്കാം. അപ്പം നോക്കുമ്പോൾ കത്തിയൊന്നും നോക്കിയിട്ട് കാണില്ല. അപ്പം ഞാനിതാ ഈ സാരാട്ട എടുത്തിരിക്കുന്നത് ചട്ടകം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് നല്ല ഉണ്ടാക്കി നോക്കാം. അപ്പം എന്താ പറയുക, നമുക്ക് നാസ്തൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി എരിവുമായി, ഒരു ടേസ്റ്റും ആയി, വയറിന് പ്രശ്നവും ഇല്ല. അപ്പോൾ ഗായ്സ് നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, പണിയൊക്കെ കഴിഞ്ഞ് ഇതാ കണ്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടി ഉപ്പ് നോക്കാം. ഒന്നും പറയല്ലേ, ഞാൻ ഉണ്ടാക്കിയതാണോണ്ട് പറയല്ലട്ടാ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലട്ടാ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ്. ഈ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് അവനിക്ക് ഇത് മതി എന്ന് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണി കഴിഞ്ഞ് അപ്പം നമുക്ക് എന്താ പറയുക, ഇത് മൂടി വെക്കാം. ഞാൻ ലൈറ്റ് ഇത് എന്താ പറയുക, ഗ്യാസ് ഓഫ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് കാട്ടിയിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കൽ. അപ്പോൾ ഇതിൽ ഇഷ്ടമായവരും ഇഷ്ടമാവാത്തവരും എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതേപോലെ എന്തെങ്കിലും മിച്ചുള്ള ഒരുപാട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല. ഉള്ളത് എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി ഞാൻ വിചാരിക്കണേ. ഇനി ഞാൻ ഇതാ മോനിക്ക് കൊണ്ടു കൊടുക്കട്ടെ. അമ്മി അവിടെ കുളിച്ചൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എന്താണ് ഇത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഇനി ഞാൻ പറയുകയാണേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചെയ്യില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഇനിയും വരുന്നതാവും. അപ്പോൾ അസ്സലാമു അലൈക്കും, ബായ്.